ഈ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു, മതേതരത്വത്തിന് ഭാഗമായിരുന്നു. അങ്ങനെയൊന്നുമല്ല, നിങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. തങ്ങളെ പ്രസ്താവന പൂർണ്ണമായി ഞാൻ കേട്ടു. അതുപോലെ തന്നെ തങ്ങൾ അത് വളരെ സവിസ്തരം നടത്തിയ ഒരു പ്രതിപാദനമാണ്, പ്രസ്താവനയാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP ഈ സംഘപരിവാർ ശക്തികൾ, വർഗീയവാദികളൊക്കെ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ പ്രമുഖ ന്യൂനപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ അവരെ പ്രതിരോധത്തിലാക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും ഉള്ള പരിപാടികളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വിവേകപൂർവം ഉള്ള ഒരു സ്റ്റാൻഡ് ഈ വിഷയം വന്നപ്പോഴും അത് കത്തിക്കാൻ നോക്കിയവർ കൂടുതൽ ദോഷം ന്യൂനപക്ഷങ്ങൾക്ക് വരുത്തി വെക്കുകയാണ് ചെയ്തത്. പക്ഷേ വിഷയത്തെ ജനാധിപത്യപരമായും സമാധാനപരമായും കൈകാര്യം ചെയ്യുക വഴി മുസ്ലിം ലീഗും വ്യാപ്തങ്ങളൊക്കെ അന്ന് ഏറ്റവും നല്ലൊരു സ്റ്റാൻഡ് എടുത്തു. ബാബരി മസ്ജിദ് പ്രശ്നം വന്നപ്പോൾ ആ വിഷയത്തിലൊരു മാതൃക കേരളത്തിൽ നിന്നുണ്ടായി. അക്കാലത്ത് ഒരു മാതൃക കേരളത്തിൽ നിന്നുണ്ടായി. അന്ന് പലരും അതിനെ വിമർശിച്ചു. അത് പിൽക്കാലത്ത് എല്ലാവരും അന്ന് ശിഹാബ്ദങ്ങളെടുത്ത ആ സ്റ്റാൻഡ് സാമുദായിക സ്പർദ്ധ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാതൃകയായി എന്നുള്ളത് ആണ് അന്നത്തെ വിഷയത്തെക്കുറിച്ച് തങ്ങൾ പറഞ്ഞത്. രണ്ടാമത് ഇപ്പോൾ അതേ സ്റ്റാൻഡ് ഞങ്ങൾ ആവർത്തിച്ചു. വീണ്ടും ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അയോധ്യയിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ BJP എന്തുദ്ദേശിച്ചോ അതൊരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയായിരുന്നു അന്ന്. അതേപോലെ തന്നെ ഇപ്പോഴും ഈ അയോധ്യ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി BJP നോക്കുകയാണ്. ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല. സാമുദായിക സൗഹൃദം നിലനിർത്തുക എന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ശിഹാബ്ദങ്ങളെടുത്ത മാതൃക അത് നമ്മളും തുടരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ സാരം. അത് ദുർവ്യാഖ്യാനം ചെയ്ത് മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് സമൂഹത്തിൻ്റെ നന്മക്കും സാമുദായിക സൗഹൃദം നിലനിർത്താനുമായി തങ്ങൾ ചെയ്ത സവിസ്തരം ചെയ്ത ഒരു പ്രസംഗമാണ്. അതുകൊണ്ട് അതിൽ യാതൊന്നുമില്ല. അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഈ വക വിഷയം കൊണ്ട് BJP ഉദ്ദേശിക്കുന്നത് കൂടുതൽ കലക്കുണ്ടാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കെണിയിൽ വീഴരുത്, സമാധാനപരമായി പോകണം എന്നുള്ളതാണ് ഉദ്ദേശം. INL-ആണ് ഇപ്പോൾ ഇതിൽ വലിയ INL-ആണ് ഇതിനെ വിമർശിച്ചൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നത്. അല്ല, വിമർശനം വരുമ്പോൾ അതെന്താണ് അവർ വിമർശിക്കുന്നത് നോക്കിയിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം. ഇപ്പോൾ തങ്ങൾ ചെയ്ത പ്രസ്താവനയാണ് ഞാൻ കേട്ടത്. ആ പ്രസ്താവന സതുദ്ദേശപരമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. വിമർശകർക്ക് എന്തും പറയാം. വിമർശകർ പറയുമ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം, അത്രയേ ഉള്ളൂ. അവരെന്താ പറയുന്നത് നോക്കി തക്കതായ മറുപടി ഞങ്ങൾ പറഞ്ഞോളാം. ഓക്കെ.